2025 നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ മുന്നണി സംവിധാനങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന പ്രവചനം ഇപ്പോൾ ചർച്ചയാവുകയാണ്. മുതിർന്ന മാധ്യമപ്രവർത്തകനായ വി ജയചന്ദ്രനാണ് ഇക്കാര്യം ആദ്യം സൂചിപ്പിച്ചത് എങ്കിലും രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ ഇത് വലിയ ചർച്ചയായി തീരുകയായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും പാലക്കാടും ചേലക്കരയിലെയും ജനവിധി അത് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ട്രെൻഡ് പുറത്തു കൊണ്ടുവരുമെന്നായിരുന്നു ആദ്യത്തെ വാദങ്ങളെല്ലാം തന്നെ. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം ജനവിധി പുറത്തു വന്നപ്പോൾ പാലക്കാട് ചരിത്ര വിജയം നേടിക്കൊണ്ട് UDF മുന്നേറുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നാൽ അതേസമയം തന്നെ ചേലക്കരയിൽ ഇടതുപക്ഷം ഭരണം നിലനിർത്തുകയും ചെയ്തു. ഇതോടെ വലിയ തരത്തിലുള്ള ആശങ്കയാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡ് എന്തായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലുമായി. UDFനെ സംബന്ധിച്ച് തങ്ങൾക്ക് ചരിത്ര വിജയം നേടാനായി എന്നതുകൊണ്ട് തന്നെ UDFന് 2026 ഏറെ പ്രതീക്ഷകളുണ്ട് എന്ന വാദം ഇപ്പോഴും ശക്തമുണ്ട്. അതിൽ തന്നെ ആ ആത്മവിശ്വാസം UDF പലപ്പോഴായി പ്രകടിപ്പിക്കുന്നുമുണ്ട്. എന്നാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 8 വർഷമായി സംസ്ഥാനം ഭരിക്കുന്നത് കൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ള വാർത്തകളും വിമർശനങ്ങളും വന്നിരുന്നു. പക്ഷേ ചേലക്കരയിലെ വിജയം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് LDF ഇപ്പോൾ വാദിക്കുന്നത് തങ്ങൾക്കെതിരെ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ളത്. എന്നാൽ ഒരർത്ഥത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളതും അതുകൊണ്ടാണ് ചേലക്കരയിൽ പ്രതീക്ഷിച്ച വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കാതിരുന്നതെന്നുമുള്ള വാദങ്ങൾ മറുപക്ഷത്തുമുണ്ട്. CPMനെ സംബന്ധിച്ച് അഥവാ ഇടതുമുന്നണിയെ സംബന്ധിച്ച് അക്ഷരാർത്ഥത്തിൽ മറക്കാനോ അഥവാ മായ്ച്ചു കളയാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന ആക്ഷേപവുമുണ്ട്. എന്തു തന്നെയാണെങ്കിലും ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളായിരിക്കും ഈ ട്രെൻഡുകൾ നിശ്ചയിക്കുക. 2025 നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള ഒരുക്കങ്ങൾ 3 മുന്നണികളുടെ ഭാഗത്തു നിന്നും തകൃതിയായി തന്നെ നടക്കുന്നുമുണ്ട്. UDFനെ സംബന്ധിച്ച് UDF വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. BJP വോട്ടുകളെല്ലാം തന്നെ തങ്ങളിലേക്ക് ആകർഷിക്കാനായി സന്ദീപ് വാര്യരെ തന്നെ മുന്നിലിറക്കിക്കൊണ്ടാണ് UDFന്റെ പ്രചരണങ്ങളെല്ലാം തന്നെ. എന്നാൽ അതേസമയം തന്നെ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് സരിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കാത്തത് വലിയൊരു കറയായി തന്നെ അഥവാ വലിയൊരു കളങ്കമായി തന്നെ ഇടതുപക്ഷത്തിന് മുന്നിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അതേസമയം തന്നെ ഭരണവിരുദ്ധ വികാരങ്ങൾ മറച്ചുവെച്ചുകൊണ്ട് ഇക്കഴിഞ്ഞ കാലം എത്രയും നേടിയ നേട്ടങ്ങളും വികസനങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് CPM ഭരണം പിടിക്കാനിറങ്ങുന്നത്. അതേസമയം തന്നെ CPMനെ അഥവാ ഇടതുമുന്നണിയെ സംബന്ധിച്ചുള്ള തന്ത്രം എന്ന് പറയുന്നത് തദ്ദേശ വാർഡ് വിഭജനങ്ങൾ തന്നെയാണ്. ആ പുനഃക്രമീകരണം യഥാർത്ഥത്തിൽ തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് ഇടതുമുന്നണി ചെയ്യുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഈ ട്രെൻഡ് അനുസരിച്ചായിരിക്കും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരാണ് മുന്നിൽ വരിക എന്നറിയുക. അതനുസരിച്ചായിരിക്കും ഈ 2 മുന്നണികളിലെയും പാർട്ടികളുടെ മാറ്റവും ഉണ്ടാവുക. അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയ് ആരാണ് എന്നറിയണമെങ്കിൽ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആരാണ് മുൻകൈ നേടുന്നത് എന്നത് ആദ്യം അറിയേണ്ടതുണ്ട്. ആ ട്രെൻഡ് അനുസരിച്ച് കൊണ്ടായിരിക്കും ഇപ്പോൾ മുന്നണി വിടാൻ ലക്ഷ്യമിട്ടിരിക്കുന്ന പാർട്ടികൾ തങ്ങളുടെ തീരുമാനത്തിലേക്ക് എത്തുക. എന്ത് തന്നെയാണെങ്കിലും ആദ്യം ഇടതുപക്ഷം എടുക്കാം. ഇടതുപക്ഷത്തിൽ നിന്ന് മുന്നണി മാറ്റത്തിലേക്ക് തയ്യാറെടുക്കുന്നത് മാണി കോൺഗ്രസ് ആണ്. അതായത് ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് M കൂട്ടരാണ്. കേരള കോൺഗ്രസ് M കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി LDF വിടുന്നു എന്ന വാർത്തകളെല്ലാം തന്നെ നിറഞ്ഞു നിന്നിരുന്നു. പക്ഷേ എന്തു തന്നെയാണെങ്കിലും ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കി കണ്ടുകൊണ്ട് മാത്രമാണ് കേരള കോൺഗ്രസ് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുക. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFനാണ് അനുകൂലമെങ്കിൽ സ്വാഭാവികമായും കേരള കോൺഗ്രസ് M UDFനൊപ്പം തന്നെ ചേരാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ അപ്പോഴും വലിയൊരു കടമ്പയുണ്ട്. ജോസ് കെ മാണിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് മന്ത്രിയാകാൻ സാധിക്കും, അദ്ദേഹത്തിന് മന്ത്രിയാക്കാം എന്നുള്ള മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തെ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിലെ പരാജയം അതിലേക്ക് നയിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതേസമയം തന്നെ റോഷി അഗസ്റ്റിൻ അവിടെ മന്ത്രിയായി തുടരുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഒരു മുന്നണി മാറ്റത്തിന് കേരള കോൺഗ്രസ് M തയ്യാറെടുക്കുമ്പോൾ റോഷി അഗസ്റ്റിൻ അതിന് തയ്യാറാകാനുള്ള സാധ്യത കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പിളർപ്പിലേക്ക് അതായത് കേരള കോൺഗ്രസ് എമ്മിന്റെ പിളർപ്പിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നതാണ് ജയചന്ദ്രന്റെ സൂചന. ഈ സൂചനകളാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിനെയും LDFനെയും ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം UDF ആണ് 2026 വരാനിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു ട്രെൻഡ് ഉണ്ടാവുകയാണെങ്കിൽ കേരള കോൺഗ്രസ് M വിഭജിക്കുകയും ഒരു കൂട്ടർ അതായത് ജോസ് കെ മാണിയും കൂട്ടരും UDFനൊപ്പം ചേരുകയും റോഷി അഗസ്റ്റിനും ചെറിയ കൂട്ടരും കൂടി LDFനൊപ്പം നിൽക്കുകയും ചെയ്യും.